ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഫേസ്ബുക്ക് പേജ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പുതുതായി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ മെയിൻ ID, മെയിൻ പ്രൊഫൈൽ. ആ പ്രൊഫൈലിൻ്റെ ഒരു ബ്രാഞ്ച്, ഒരു ശാഖയാണ് പേജ്. ആ പേജ് ഉപയോഗിച്ച് അതിൽ നിന്ന് നമ്മളിടുന്ന ഫോട്ടോസോ റീൽസോ പിന്നെ നമ്മൾ എഴുത്തിനോ അങ്ങനെ എന്തിനായിക്കോട്ടെ അത് ആ കണ്ടൻറ്റിനൊക്കെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് അതുവഴി ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടാനുള്ള ഒന്നാമത്തെ കാരണം, എനിക്ക് 2 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ ഒരാൾക്ക് 18,000 ഫോളോവേഴ്സും മറ്റൊരാൾക്ക് 43,000 ഫോളോവേഴ്സ് ഉണ്ട്. അവരിടുന്നതൊക്കെ ഒറിജിനൽ വീഡിയോസും ഒറിജിനൽ കണ്ടൻറ്റാണ്. എന്നിട്ടും അവർക്കിതുവരെ മോണിറ്റൈസേഷൻ കിട്ടിയില്ല. എൻഗേജ്മെൻറ്റൊക്കെ ലക്ഷങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവരുടെ ID ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഒരു സെറ്റിങ്സ് അവർ കൊടുത്തത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള മെയിൻ കാരണം പേജ് ഉപയോഗിക്കുന്നവർക്കറിയാം, നമുക്കൊരു ഫോളോവേഴ്സ് 15,000 ഒക്കെ ആകുമ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് അയക്കും. അതായത് നിങ്ങളുടെ ഈ പേജ് ബിസിനസ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടായിരിക്കും ആ ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫേസ്ബുക്ക് തന്ന ഓപ്ഷനല്ല, അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ അത് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതുവഴി അതുവരെ നമ്മുടെ ക്രിയേറ്റർ മോഡിൽ പോയിരുന്ന പേജ് പെട്ടെന്ന് ബിസിനസ് ടൈപ്പിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ ആ ഒരു സെറ്റപ്പ്, അതായത് നിങ്ങൾ ഒരിക്കലും ബിസിനസ് സൈറ്റിൽ കൊടുക്കരുത്, ക്രിയേറ്റർ എന്നുള്ള ഒരു സെറ്റപ്പ് നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ഓണായി കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പേജ് യൂസ് ചെയ്യുന്നവർ, അതായത് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് എൻഗേജ്മെൻറ്റും ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ടിട്ടും ഇതുവരെ CM ഓണായി കിട്ടാത്തവരൊക്കെ ഈ ഒരു സെറ്റപ്പ് ഞാനിതിൽ കാണിക്കുന്ന പോലെ തന്നെ പോയിട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് CM ഓണായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ഞാൻ ഈ പറയുന്ന സെറ്റപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ നിങ്ങളിടുന്ന കണ്ടൻറ്റിന് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് അതുവഴി വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം ഈ സെറ്റപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഹോം പേജാണ്. ഈ തൊട്ട് മുകളിലായിട്ട് 3 ലൈൻ കാണുന്നില്ലേ, ഹൊറിസോണ്ടൽ ലൈൻ, അവിടെ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് നമ്മുടെ പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്തത് പേജ് ടൈപ്പ് ഇവിടെ ബിസിനസ് എന്നാണ് കാണിക്കുന്നത്, കണ്ടോ. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ ക്രിയേറ്റർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്രിയേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന് കാണാം. പക്ഷേ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കരുത്, അത് പ്രത്യേകം ഓർമ്മിക്കണം. ഹെൽപ്പ് മീ ചൂസ് എന്നുള്ള ഓപ്ഷൻ, അതിന് തൊട്ട് താഴെയുള്ള ഹെൽപ്പ് മീ ചൂസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അവിടെ മോണിറ്റൈസ് എന്നുള്ള ഈ കാണുന്ന പോലെ അവിടെയും ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ പേജിന് CM ഓണായി കിട്ടുള്ളൂ. ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ടൊന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ നമ്മുടെ നേരത്തെ ബിസിനസ് എന്ന് കണ്ട ആ ഒരു ഓപ്ഷൻ മാറി ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, നേരത്തെ ബിസിനസ് പേജ് ടൈപ്പ് ബിസിനസ് എന്നുള്ളത് ഇപ്പോൾ ക്രിയേറ്റർ എന്നായി മാറി. അപ്പോൾ ഇതുപോലുള്ള ഫേസ്ബുക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. എൻ്റെ ഈ പേജ് ഫോളോ ചെയ്ത് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇനാര എന്നുള്ള ചാനലുണ്ട്. ആ ചാനലിൽ ഈ ഫേസ്ബുക്ക് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് സംശയങ്ങൾ കമൻ്റായി ചോദിക്കുകയും ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.